ഹലോ ഗൈസ്, പുതിയ വീഡിയോസ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് വെച്ചാൽ ഗൈസ് കുറച്ച് അപ്ഡേറ്റ് ഒക്കെ ഇടാം. അപ്പം വീഡിയോ ഫുള്ളായിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഗൈസ് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ നെയ്മർ MLS പോകുമെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. നെയ്മർ മെസ്സി സുവാരസ് കോംബോ തിരിച്ചു വരുവാന്നാണ് ഇപ്പം വരുന്നൊരു അപ്ഡേറ്റ്. ഇൻ്റർ മിയാമിയിലോട്ട് നെയ്മർ പോകുമെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെ മുമ്പോട്ട് വരുന്നുണ്ടത്. എന്തായാലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. പണ്ട് ബാർസയിൽ എന്തോ സൂപ്പർ കാലഘട്ടമായിരുന്നു ഇവർ മൂന്നും ബാർസ ഉണ്ടായിരുന്നപ്പം. ഗൈസ് അതൊക്കെ ഒരു കാലമായിരുന്നു. എന്തായാലും അത് തിരിച്ചു വരുമെന്നൊക്കെയാണ് ഇപ്പം വരുന്നത്. എന്തായാലും നെയ്മർ തിരിച്ചു വരുന്ന എല്ലാ ബാർസ ഫാൻസുകാർക്കും സന്തോഷമാകും. നെയ്മർ ഒരു സൂപ്പർ പ്ലെയർ തന്നെയാണ്. നെയ്മറിന് പരിക്ക് പറ്റിയതുകൊണ്ടാണ്, ഇല്ലേ ബാലൻഡിയോറും വേൾഡ് കപ്പും അടിക്കാൻ പറ്റുന്ന ഒരു താരം കൂടെ ആയിരുന്നു. എന്തായാലും മെസ്സിയുടെ കൂടെ കളിക്കാൻ ഇനിയും നെയ്മർ കാണും. എന്തായാലും ഒരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ മെസ്സി ഇന്ന് ഇൻ്റർ മിയാമി തിരിച്ചെത്തും. കുറേ പേര് ചോദിച്ചായിരുന്നു മെസ്സി ഇനി എന്ന് തിരിച്ചെത്തുമെന്ന്. മെസ്സിയുടെ ഫാദർ മരിച്ചായിരുന്നു, അതുകൊണ്ട് മെസ്സി അവിടെ പോയേക്കുമായിരുന്നു. അപ്പോൾ മെസ്സി ഇന്ന് തിരിച്ച് ഇൻ്റർ മിയാമി എത്തും. നാളെ കളിയുണ്ട്, ആ കളിക്ക് എന്തായാലും മെസ്സി ഇറങ്ങത്തില്ല. എന്തായാലും മെസ്സി നെയ്മർ സുവാരസ് കോംബോ വരുമോ ഇല്ലയോ എന്ന് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെ വരുന്നത് നെയ്മർ പോകുമെന്നാണ്. അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ശ്രീകുട്ടൻ ഈ സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കാണുമെന്ന് ഇപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എന്തായാലും കുറേ മലയാളി താരങ്ങൾ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയി. നിഗാൽ, സച്ചിൻ സുരേഷ്, അൻസൽ, സഹീഫ്, എല്ലാവരും ഓർത്ത് ശ്രീകുട്ടനും പോകുമെന്നാണ്. പക്ഷേ ശ്രീകുട്ടൻ പോകുന്നില്ലെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ മുമ്പോട്ട് വരുന്നത്. എന്തായാലും ശ്രീകുട്ടൻ ഈ സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം കാണും. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം. അപ്പം ബൈ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.